ലോകം ഇന്ന് മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ നിഴലിലാണോ? ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു ആരോപണം ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. യുക്രൈൻ ഉയർത്തുന്ന ആ ആരോപണം ശരിയാണെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ട യുദ്ധതന്ത്രങ്ങളല്ല ഇനി വരാനിരിക്കുന്നത്. റഷ്യയും ഇറാനും തമ്മിലുള്ള സൈനിക കൂട്ടുകെട്ട് വെറുമൊരു സഹായമല്ല, മറിച്ച് ലോകത്തിന്റെ സന്തുലിതാവസ്ഥ മാറ്റാൻ പോകുന്ന ഒന്നാണെന്ന് യുക്രൈൻ മുന്നറിയിപ്പ് നൽകുന്നു. എന്താണ് ഈ പുതിയ മിലിറ്ററി പാർട്ട്ണർഷിപ്പ്? നമുക്ക് വിശദമായി പരിശോധിക്കാം. യുഎന്നിൽ യുക്രൈൻ ഉന്നയിച്ച പ്രധാന പോയിന്റുകൾ ഇവയാണ്. റഷ്യ തങ്ങളുടെ അത്യാധുനിക ഉപഗ്രഹ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കണ്ടെത്തുന്ന വിവരങ്ങൾ ഇറാന് കൈമാറുന്നു. യുക്രൈൻ യുദ്ധഭൂമിയിൽ റഷ്യ പരീക്ഷിച്ച് വിജയിച്ച അഡ്വാൻസ്ഡ് ഡ്രോണുകൾ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് എത്തുന്നു. യുക്രൈനെ തകർക്കാൻ റഷ്യ ഉപയോഗിച്ച അതേ ആയുധങ്ങൾ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. എന്നാൽ ഇത് വെറുമൊരു ആരോപണമല്ല. ഇതിന് പിന്നിൽ വ്യക്തമായ ചില നിരീക്ഷണങ്ങളുണ്ട്. കഴിഞ്ഞ 2 വർഷമായി റഷ്യൻ സൈന്യം ഇറാനിയൻ നിർമ്മിത ഷഹീദ് ഡ്രോണുകൾ യുക്രൈനിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. പകരമായി റഷ്യ ഇറാന് നൽകുന്നത് എന്താണ് എന്ന ചോദ്യം അന്ന് മുതലേ ഉയർന്നിരുന്നു. സൈനിക വിദഗ്ധർ പറയുന്നത് പ്രകാരം റഷ്യയുടെ മിസൈൽ സാങ്കേതിക വിദ്യയും സൈബർ സുരക്ഷാ സംവിധാനങ്ങളുമാണ് ഇറാന് ലഭിക്കുന്നത് എന്നാണ്. യുക്രൈൻ യുദ്ധത്തിൽ പരീക്ഷിച്ച് തെളിയിക്കപ്പെട്ട ഡ്രോണുകളും ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളും ഇപ്പോൾ ചെങ്കടലിലും ലെബനനിലും എത്തുന്നു. ഇത് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും പ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. റഷ്യയും ഇറാനും തമ്മിലുള്ള ഈ സഹകരണം ഉറപ്പിക്കപ്പെട്ടാൽ അത് അമേരിക്കയുടെ ലോക മേധാവിത്വത്തിന് നേരിട്ടുള്ള വെല്ലുവിളിയാകും. പണ്ട് പ്രാദേശികമായ ശത്രുതകൾ മാത്രമായിരുന്ന മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ ഇനി ആഗോള ശക്തികളുടെ നേരിട്ടുള്ള പോരാട്ടമായി മാറിയേക്കാം. ഈ കൂട്ടുകെട്ടിലേക്ക് ചൈന കൂടി ഭാഗികമായി ചേർന്നാൽ അതൊരു പുതിയ അച്ചുതണ്ടായി മാറും. ഇത് നാറ്റോ സഖ്യത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയും ചെയ്യും. ഈ സഹകരണം സ്ഥിരീകരിക്കപ്പെട്ടാൽ 3 കാര്യങ്ങൾ സംഭവിക്കാം. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ പെട്ടെന്ന് അവസാനിക്കില്ല. ആധുനിക ആയുധങ്ങളുടെ ലഭ്യത പോരാട്ടം കടുപ്പിക്കും. ലോകരാജ്യങ്ങൾ തങ്ങളുടെ സുരക്ഷയ്ക്കായി കൂടുതൽ തുക ചെലവാക്കേണ്ടി വരും. ഇസ്രയേലും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ അമേരിക്ക ശ്രമിക്കും. യുക്രൈന്റെ ഈ വെളിപ്പെടുത്തൽ വെറുമൊരു ആരോപണമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ സൂചനയാണ്. അതിനു മുന്നൊരുക്കമായി ഇറാൻ ഡേർട്ടി ബോംബ് പ്രയോഗിച്ചേക്കാമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. പരമ്പരാഗത ആണവായുധങ്ങളിൽ നിന്ന് വ്യത്യസ്തവും എന്നാൽ അതീവ അപകടകാരിയുമായ ഒന്നാണ് ഡേർട്ടി ബോംബ്. ഇത് കൃത്യമായ അർത്ഥത്തിൽ ഒരു ആണവ ബോംബല്ല. ഡൈനാമിറ്റ് പോലുള്ള സാധാരണ സ്ഫോടക വസ്തുക്കളിൽ റേഡിയോ ആക്റ്റീവ് പൗഡറുകളോ തരികളോ കലർത്തിയാണ് ഇത് നിർമ്മിക്കുന്നത്. ബോംബ് പൊട്ടിത്തെറിക്കുമ്പോൾ സ്ഫോടനത്തോടൊപ്പം മാരകമായ ആണവ വികിരണ ശേഷിയുള്ള വസ്തുക്കൾ അന്തരീക്ഷത്തിലേക്കും പരിസര പ്രദേശങ്ങളിലേക്കും പടരുന്നു. ഹിരോഷിമയിലോ നാഗസാക്കിയിലോ ഉണ്ടായതുപോലുള്ള വൻ സ്ഫോടനം ഡേർട്ടി ബോംബ് ഉണ്ടാക്കുന്നില്ല. ഒരു നഗരത്തിൽ ഈ ബോംബ് പതിച്ചാൽ അവിടുത്തെ വലിയൊരു പ്രദേശം ആണവ മാലിന്യങ്ങളാൽ മലിനമാക്കപ്പെടും. വികിരണ ഭീഷണി കാരണം ജനങ്ങളെ ഉടൻ തന്നെ ഒഴിപ്പിക്കേണ്ടി വരും. ആ പ്രദേശം വർഷങ്ങളോളം ഉപയോഗശൂന്യമായി തുടരും. സ്ഫോടനത്തിൽ മരിക്കുന്നവരെക്കാൾ കൂടുതൽ പേർ വികിരണ ഭീഷണിയിലാക്കുന്നത് രാജ്യത്തെ വലിയ സമ്മർദ്ദത്തിലാക്കും. നിലവിൽ ഇറാന്റെ പക്കൽ ഏകദേശം 460 കിലോ സമ്പുഷ്ടീകൃത യുറേനിയം ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ 60% സമ്പുഷ്ടീകരിക്കപ്പെട്ട യുറേനിയം ഒരു ഡേർട്ടി ബോംബ് നിർമ്മിക്കാൻ ധാരാളമാണെന്ന് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ലോക ചരിത്രത്തിൽ ഇതുവരെ യുദ്ധമുഖത്ത് ഡേർട്ടി ബോംബ് പ്രയോഗിക്കപ്പെട്ടിട്ടില്ല എന്നതും ഈ ഭീഷണിയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, യുദ്ധരംഗത്ത് ഇറാന്റെ ആത്മവിശ്വാസം കൂട്ടിയത് റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രസ്താവനകളാണ്. യുദ്ധം ആരംഭിച്ച ഫെബ്രുവരി 28 മുതൽ ഇറാൻ നേരിടുന്ന അതിക്രമങ്ങളെ റഷ്യ രൂക്ഷമായി അപലപിച്ചിട്ടുണ്ട്. ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ സുരക്ഷാ മേധാവി അലി ലാരിച്ചാനി കൊല്ലപ്പെട്ട സംഭവം ഇറാനിലെ ആഭ്യന്തര സുരക്ഷാ സംവിധാനത്തിന് വലിയ ആഘാതമായി മാറിയെങ്കിലും റഷ്യയുടെ പിന്തുണ ഇറാന് വലിയൊരു ആത്മവിശ്വാസമാണ് പകരുന്നത്. വെറും നയതന്ത്ര പ്രസ്താവനകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ പിന്തുണ. US മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ ഡ്രോൺ മിസൈൽ പ്രത്യാക്രമണങ്ങളെ സഹായിക്കാൻ ആവശ്യമായ സൈനിക രഹസ്യാന്വേഷണ വിവരങ്ങൾ റഷ്യ ഇറാനുമായി നിരന്തരം പങ്കിടുന്നുണ്ട്. ആധുനിക യുദ്ധത്തിൽ വിവര സാങ്കേതിക വിദ്യയ്ക്കുള്ള പങ്ക് വലുതാണ്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും നീക്കങ്ങൾ നേരത്തെ മനസ്സിലാക്കി അതിനെ പ്രതിരോധിക്കാൻ ഈ രഹസ്യ വിവരങ്ങൾ ഇറാനെ സഹായിക്കുന്നു.
റഷ്യയുടെ പക്കലുള്ള അതിനൂതനമായ ഉപഗ്രഹ സാങ്കേതിക വിദ്യയും സിഗ്നൽ ഇന്റലിജൻസും ഉപയോഗിച്ച് പേർഷ്യൻ ഗൾഫിലെ US നാവിക വ്യൂഹങ്ങളുടെ ചലനങ്ങളും ഇസ്രയേലിന്റെ വ്യോമതാവളങ്ങളിൽ നിന്നുള്ള വിമാനങ്ങളുടെ വിന്യാസവും തത്സമയം നിരീക്ഷിക്കാൻ ഇറാന് സാധിക്കുന്നു. ഈ വിവരങ്ങൾ ഇറാനിയൻ കമാൻഡർമാർക്ക് തങ്ങളുടെ മിസൈൽ ബാറ്ററികളും ഡ്രോൺ ലോഞ്ചറുകളും ശത്രുവിന്റെ കണ്ണിൽപ്പെടാത്ത സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ ആവശ്യമായ സമയം നൽകുന്നു. വെറും പ്രതിരോധം എന്നതിലുപരി അമേരിക്കൻ സഖ്യകക്ഷികളുടെ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയെ മറികടക്കാൻ റഷ്യയുടെ അത്യാധുനിക റഡാർ സംവിധാനങ്ങൾക്ക് നൽകുന്ന വിവരങ്ങൾ ഇറാന്റെ വ്യോമ പ്രതിരോധ സേനയ്ക്ക് വലിയ മുതൽക്കൂട്ടാണ്. മിഡിൽ ഈസ്റ്റിലെ US സെൻട്രൽ കമാൻഡിന്റെ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ഇറാന്റെ പക്കലുള്ള ഫത്താഹ് ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് കൃത്യമായ ലക്ഷ്യസ്ഥാനങ്ങൾ നൽകുന്നതിൽ റഷ്യൻ രഹസ്യാന്വേഷണ വിഭാഗം വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ് നിഗമനം. കൂടാതെ സൈബർ മേഖലയിലും ഇരു രാജ്യങ്ങളും കൈകോർക്കുന്നു. ഇറാന്റെ പ്രധാന അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഇസ്രയേലിന്റെ സൈബർ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും പകരം അമേരിക്കൻ സൈനിക ശൃംഖലകളിൽ വിള്ളലുകൾ കണ്ടെത്താനും റഷ്യൻ സൈബർ വിദഗ്ധർ ഇറാനിലെ സാങ്കേതിക ടീമുമായി സഹകരിക്കുന്നു. ഇത്തരത്തിൽ ആകാശത്തും ഭൂമിയിലും ഡിജിറ്റൽ ലോകത്തും ഒരുപോലെ പടരുന്ന ഈ സഖ്യം ഇറാന്റെ സൈനിക ശേഷി തകർക്കാനുള്ള അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പദ്ധതികൾക്ക് വലിയ തടസ്സമാണ് സൃഷ്ടിക്കുന്നത്. ഒരർത്ഥത്തിൽ റഷ്യയുടെ ഈ നിശബ്ദ പങ്കാളിത്തം പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കുന്ന ഒരു നിർണായക ഘടകമായി മാറിയിരിക്കുന്നു. റഷ്യയും ഇറാനും തമ്മിലുള്ള ഈ സഖ്യം വെറുമൊരു നയതന്ത്ര ബന്ധമല്ല, മറിച്ച് അമേരിക്കയുടെ ആഗോള ആധിപത്യത്തിന് നേരിട്ടുള്ള വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ ഇറാന്റെ സൈനിക ശക്തിയെ തകർക്കാൻ USഉം ഇസ്രയേലും സർവ്വശക്തിയും ഉപയോഗിച്ച് ശ്രമിക്കുമ്പോൾ അതിന് തടയിടാൻ റഷ്യയുടെ ആഗോള സ്വാധീനവും വീറ്റോ പവറും ഇറാൻ തന്ത്രപരമായി ഉപയോഗിക്കുന്നു. ഈ ഉരുക്കുബന്ധം സൈനിക മേഖലയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇറാന്റെ ആണവ പദ്ധതികളുടെ സംരക്ഷണത്തിലും റഷ്യയുടെ നിലപാട് അതീവ നിർണായകമാണ്. ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഏതൊരു നീക്കവും ആഗോള സുരക്ഷയെ ബാധിക്കുമെന്നും അത് നിയന്ത്രണാതീതമായ ഒരു ആണവ യുദ്ധത്തിലേക്ക് നയിക്കുമെന്നും റഷ്യ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. ഇത് ഇസ്രയേലിന്റെ കടന്നാക്രമണങ്ങളെ ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്നുണ്ട്. സാങ്കേതികവും മാനുഷികവുമായ സഹായങ്ങളിലൂടെ ഇറാൻ ജനതയുടെ അതിജീവനത്തിന് റഷ്യ വലിയ കരുത്താണ് പകരുന്നത്. അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള കർശനമായ സാമ്പത്തിക ഉപരോധങ്ങളെയും നിലവിലെ യുദ്ധ സാഹചര്യത്തെയും നേരിടാൻ ഇറാന് ആവശ്യമായ ആഗോള പിന്തുണയും ബദൽ വ്യാപാര മാർഗങ്ങളും ഇപ്പോൾ റഷ്യ ഉറപ്പാക്കുന്നു. റഷ്യയുടെ സ്വന്തം സാറ്റലൈറ്റ് ശൃംഖലയായ ഗ്ലോനാസ് വഴി ലഭിക്കുന്ന വിവരങ്ങൾ ഇറാന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ കൂടുതൽ കൃത്യതയുള്ളതാക്കുന്നു. കൂടാതെ ഇറാനിലെ ഊർജ്ജ മേഖലയിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും റഷ്യ നടത്തുന്ന നിക്ഷേപങ്ങൾ യുദ്ധകാലത്തും ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തകരാതെ കാക്കുന്നു. ഈ ബന്ധം ലളിതമായ ഒരു സൗഹൃദമല്ല, മറിച്ച് ഏത് പ്രതിസന്ധിയിലും തകരാത്ത ഇരു രാജ്യങ്ങളുടെയും തന്ത്രപരമായ ആവശ്യങ്ങൾ ഒത്തുചേരുന്ന ശക്തമായ ഒരു പങ്കാളിത്തമാണ്. പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ സ്വാധീനം കുറയ്ക്കാനും ഒരു ബഹുമുഖ ലോകക്രമം കെട്ടിപ്പടുക്കാനുമുള്ള പുടിന്റെ ലക്ഷ്യങ്ങളും തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാനുള്ള ഇറാന്റെ പോരാട്ടവും ഇവിടെ ഒത്തുചേരുന്നു. ഇറാന്റെ പുതിയ നേതൃത്വത്തിന് കീഴിൽ ഈ ബന്ധം കൂടുതൽ ആഴത്തിലുള്ള സൈനിക സഹകരണത്തിലേക്കും സംയുക്ത യുദ്ധാഭ്യാസങ്ങളിലേക്കും നീങ്ങുന്നത് വാഷിംഗ്ടണിനെ ശരിക്കും ആശങ്കപ്പെടുത്തുന്നുണ്ട്. ചുരുക്കത്തിൽ അമേരിക്കൻ വിരുദ്ധചേരിയുടെ കരുത്തുറ്റ രണ്ട് തൂണുകളായി റഷ്യയും ഇറാനും മാറിയിരിക്കുകയാണ്. എന്നാൽ ഇറാനുമായി ബന്ധപ്പെട്ട സൈനിക വൃത്തങ്ങൾ തസ്നിം ന്യൂസ് ഏജൻസിയോട് പങ്കുവച്ച വിവരങ്ങൾ പ്രകാരം നിലവിൽ നടക്കുന്ന ഏറ്റുമുട്ടലുകൾ അടുത്ത ദിവസങ്ങളിൽ നിർണായക വഴിത്തിരിവിലേക്ക് നീങ്ങുമെന്നും അതിന്റെ ഫലങ്ങൾ വളരെ വലുതായിരിക്കുമെന്നും സൂചന നൽകുന്നുണ്ട്. എന്നാൽ ഈ അത്ഭുതങ്ങൾ എന്ന പദം യഥാർത്ഥത്തിൽ എന്താണ് സൂചിപ്പിക്കുന്നത് എന്നത് ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. ഈ പ്രസ്താവനകൾക്കൊപ്പം അമേരിക്കൻ ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ സൈനിക തന്ത്രങ്ങളെക്കുറിച്ചും കടുത്ത വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അമേരിക്കൻ സൈനിക മാർഗങ്ങൾ പ്രതീക്ഷിച്ച ഫലങ്ങൾ നൽകുന്നില്ലെന്നും നിലവിലെ സ്തംഭനാവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാൻ അമേരിക്ക പുതിയ വഴികൾ അന്വേഷിക്കുകയാണെന്നുമാണ് ആരോപണം. പ്രത്യേകിച്ച് നേരിട്ടുള്ള സൈനിക ഇടപെടലുകൾക്ക് പകരം വിവരയുദ്ധവും രാഷ്ട്രീയ സമ്മർദ്ദവും കൂടുതൽ പ്രാധാന്യം നേടുന്നുവെന്ന വിലയിരുത്തലും മുന്നോട്ട് വയ്ക്കപ്പെടുന്നു. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ യുദ്ധ സാഹചര്യങ്ങളിലെ പ്രചാരണ തന്ത്രങ്ങളുടെ ഭാഗമായിരിക്കാമെന്നും അവയെ പൂർണ്ണമായി വസ്തുതകളായി കാണുന്നതിൽ ജാഗ്രത വേണമെന്നും അന്താരാഷ്ട്ര നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇറാൻ ഉന്നയിക്കുന്ന പുതിയ അത്ഭുതങ്ങൾ എന്നത് പലവിധ വ്യാഖ്യാനങ്ങൾക്ക് വഴിയൊരുക്കുന്നു. അത് പുതിയ മിസൈൽ സാങ്കേതിക വിദ്യകളോ ഡ്രോൺ സംവിധാനങ്ങളോ അല്ലെങ്കിൽ സൈബർ ആക്രമണ ശേഷികളോ ആയിരിക്കാമെന്ന് ചിലർ കരുതുന്നുണ്ട്. ഈ സംഘർഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് ഹോർമുസ് കടലെടുക്ക്. ലോകത്തിലെ എണ്ണ ഗതാഗതത്തിന്റെ വലിയൊരു വിഹിതം കടന്നു പോകുന്ന ഈ കടലെടുക്ക് ഏതൊരു സൈനിക സംഘർഷവും നേരിട്ട് ബാധിക്കുന്ന പ്രദേശമാണ്.
ഇവിടെ ചെറിയൊരു തടസ്സം പോലും ആഗോള വിപണിയിൽ വലിയ ചാഞ്ചാട്ടങ്ങൾ സൃഷ്ടിക്കാനും ലോക സമ്പദ് വ്യവസ്ഥയെ അസ്ഥിരപ്പെടുത്താനും കഴിയും. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നടക്കുന്ന ഓരോ നീക്കവും അന്താരാഷ്ട്ര സമൂഹം അതീവ ശ്രദ്ധയോടെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം അമേരിക്ക ഇസ്രയേൽ ബന്ധവും ഇറാനുമായുള്ള വൈര്യവും കൂടുതൽ കടുത്തതാകുന്ന സാഹചര്യത്തിൽ ഈ സംഘർഷം ഒരു പ്രാദേശിക പ്രശ്നം മാത്രമല്ലാതെ ആഗോള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പ്രതിസന്ധിയായി മാറുന്നു. സാമ്പത്തിക രംഗത്തും ഇതിനകം തന്നെ പ്രതിഫലനങ്ങൾ കാണാൻ തുടങ്ങി. ഓഹരി വിപണികളിലെ അനിശ്ചിതത്വം, എണ്ണവിലയിലെ ഉയർച്ച താഴ്ചകൾ, അന്താരാഷ്ട്ര വ്യാപാരത്തിലെ ആശങ്കകൾ എന്നിവയെല്ലാം ഈ സംഘർഷത്തിന്റെ പ്രതികരണങ്ങളാണ്. സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടെ യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് യുദ്ധം എന്നത് വെറും സൈനിക ഏറ്റുമുട്ടലല്ല, മറിച്ച് വിവര നിയന്ത്രണം, സൈബർ ഇടപെടൽ, സാമ്പത്തിക സമ്മർദ്ദം എന്നിവയുടെ സംയോജനമാണ്. ഇറാൻ ഉന്നയിക്കുന്ന ഈ അത്ഭുതങ്ങൾ എന്ന ആശയം ഈ പുതിയ യുദ്ധരീതികളുടെ ഭാഗമായിട്ടാണ് പലരും കാണുന്നത്. ഭാവിയിലെ യുദ്ധങ്ങൾ എങ്ങനെ രൂപപ്പെടുമെന്നതിന്റെ സൂചനകളായി ഇത്തരം സംഭവങ്ങൾ മാറുന്നുണ്ട്. മോസ്കോയും ടെഹ്റാനും തമ്മിലുള്ള ഈ അദൃശ്യമായ ചരടുവലികൾ ലോകത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത്? യുദ്ധം ഭൂഖണ്ഡങ്ങൾ കടന്ന് വ്യാപിക്കുകയാണോ? വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.